കറി വെക്കാനായിട്ട് കിട്ടിയത് ചെമ്മീനാണ് കേട്ടോ. അത് 2 സെക്ഷനായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ അരച്ച് കറി വെക്കാനും കുറച്ച് റോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റോസ്റ്റ് ചെയ്യണതിലോട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് വെക്കാനായിട്ടുള്ള തേങ്ങ ചിരണ്ടണം. കാരണം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് സൗണ്ട് ശരിയായി വന്നുള്ളൂ. ചുമയും കാര്യങ്ങളൊക്കെ മാറി, സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പം ഇനി തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മീൻ കിട്ടാനായിട്ട്. അപ്പോൾ ഉമ്മച്ചിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഉമ്മച്ചിക്കും ചെറുതായിട്ട് വയ്യായികയുണ്ട്. കാരണം ഞങ്ങൾ 3 പേർക്കും പനി വന്നത് മാറി വന്നുള്ളൂ. അങ്ങനെ തന്നെ സർബത്ത് കലക്കിയിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പം മിക്സി വലിയ ഗുണമുള്ള മിക്സിയൊന്നും അല്ല. അതുകൊണ്ട് അരമണിക്കൂറോളം നമ്മൾ ഓഫ് ചെയ്തും ഓണാക്കി കുറേ നേരം വേണം അരച്ചെടുക്കാനായിട്ട് തന്നെ. അങ്ങനെ അരച്ചെടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കണം കേട്ടോ. അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ വേവിച്ചെടുക്കുകയാണ്. ആകെ ഒരു മൺചട്ടിയെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ മൺചട്ടിയാണെങ്കിൽ പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ മൺചട്ടി വേറെ വാങ്ങിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചട്ടിയിലാണ് നമ്മൾ കറി വെക്കണത്. അങ്ങനെ തന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. വേപ്പില കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. വേപ്പിൻ തൈ നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം നല്ലപോലെ വൈകി. നന്നായിട്ട് വിശക്കുന്നതുകൊണ്ട് തന്നെ സവോളയും വേഗം വെട്ടിയറിഞ്ഞിട്ടേക്കാണ് അതിനകത്തോട്ട്. പിന്നെ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കണത്. പിന്നെ അതേപോലെ ഉള്ളിയും മുളകും ഇട്ടിട്ട് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം നല്ലപോലെ വിശക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെമ്മീനൊക്കെ സെറ്റായി വരുന്ന നേരം കൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ചോറിനാനായിട്ട്. അങ്ങനെ തന്നെ ഇന്നലത്തെ അയില പൊരിച്ചത് ഉണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ തക്കാളിയും ചെമ്മീനും തേങ്ങ അരച്ചതുണ്ടായിരുന്നു.